എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞായറാഴ്ച നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാതെ നമ്മളെങ്ങനെ ഞായറാഴ്ച വെറുതെ ഇരിക്കില്ലേ? അപ്പം നമ്മൾ പിഷാവരി, അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ സ്ഥലങ്ങളിലുള്ള സ്പെഷ്യലാണ് ചപ്ലി കബാബ്. ചിക്കനിൽ ഉണ്ടാക്കാറുണ്ട്, മട്ടനിൽ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ബീഫിൽ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഉള്ളത് മട്ടനിലെ ചപ്ലി കബാബാണ്. അതാണ് ഏറ്റവും സ്പെഷ്യൽ. നല്ലൊരു സൂപ്പർ നല്ല ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിക്കനോ മട്ടനോ മീറ്റ് കഴിക്കാത്ത ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ യാത്രയ്ക്കും സഹായം. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഒരു ചെറിയ വീഡിയോ ഉണ്ടാകും, പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ സാധാരണ എന്തായാലും മട്ടനിലെ കറിയും കാര്യങ്ങളും ഗ്രേവിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി സാധനമാണ്. കാരണം ഞാനിത് ഓൾറെഡി ഹോട്ടലിലൊക്കെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെന്തായാലും അതൊന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഇല്ലേ. ഓക്കെ ഗൈസ്, വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും സ്വാഗതം, വെൽക്കം ബാക്ക്. നമ്മൾ എത്ര വലുതാക്കി മുറിക്കണം എന്താ പറയുക, ഇതിനെ നമുക്കിനി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കണം. നമുക്കിതൊക്കെ എല്ലാം ഉണ്ടല്ലോ, ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു തക്കാളി നല്ല നൈസായിട്ട് മുറിക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ മട്ടൻ കബാബിക്കുള്ള മസാല ഉണ്ടാക്കാൻ പോണ്. അതിലോട്ടുണ്ടല്ലോ ആദ്യം ഒരു ടേബിൾ സ്പൂണ്, ഒരു ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂണ് അയമോദകം. ഓക്കെ, പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകം. ഓക്കെ, ഒരു 2.5 ടീസ്പൂണ് നമ്മളെ മുഴുവനായിട്ടുള്ള മല്ലിയാണ്, പൊടിയല്ല, മുഴുവനായിട്ടുള്ള മല്ലിയാണ്. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ നമുക്കിതിലോട്ട് വേണ്ടത് അനാറാണ്, അതായത് നമ്മുടെ പൊമോഗ്രാനൈറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. അത് നമ്മൾ സീഡാണ്, അത് ഒരു ടീസ്പൂൺ. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു 3/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മട്ടനെ നമ്മൾ കീമ പോലെ അരച്ചെടുത്തിട്ടുള്ളത്. അതിലോട്ട് നേരത്തെ നമ്മൾ 2 ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് അങ്ങോട്ട് കൊടുക്കാം, 2 ഉള്ളി ഇട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ ഒരു തക്കാളി നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു തക്കാളി. ഓക്കെ, നന്നായിട്ട് നൈസായിട്ട് വെട്ടണേ. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മല്ലിയില വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മല്ലിയില. ഓക്കെ, പിന്നെ അതുപോലെ പച്ചമുളക്, ഒരു 3 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ മല്ലി, അയമോദകം, ചെറിയ ജീരകമൊക്കെ ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിലോട്ട് കൊട്ടി കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിലോട്ട് നമ്മൾ ഇനി അടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ഗാർലിക്കിൻ്റെ പേസ്റ്റാണ്, ഒരു 1.5 ടീസ്പൂണ്. ഓക്കെ, ഒരു 1.5 ടീസ്പൂൺ. 1 ടീസ്പൂണ് ഗരം മസാല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/2 ടീസ്പൂണ് നമ്മൾ കുരുമുളക് പൊടി. ഇനി ഇതിലോട്ട് ഒരു മുട്ട കേട്ടോ, നമ്മളിതൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് നമ്മുടെ കടലമാവ് കേട്ടോ, അതായത് ബേസിൻ പൗഡർ. അപ്പം ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ നമ്മളെ മുളക് പൊടിച്ചതാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടാം, നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇടുക. ഗൈസ്, ഇനി നമുക്കിതിനുണ്ടല്ലോ നന്നായിട്ട് കൈയും കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എത്ര നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യോ
അത്രയും നന്നായിട്ട് നമുക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. വെള്ളം തീരെ ചേർക്കാൻ പാടില്ല, അതൊരു പ്രത്യേക കാര്യമാണ് കേട്ടോ. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റാണ്, നമ്മുടെ ക്യാമറമാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് വെക്കണം, എങ്കിൽ മാത്രമാണ് ഈ മട്ടനിൽ ഫുള്ളായിട്ട് ഈ മസാല നമ്മൾ ഇട്ടതൊക്കെ മിക്സായി പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടേ നമുക്ക് നന്നായിട്ടൊന്ന് റെഡിയാക്കി വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ 1.5 മണിക്കൂറായിട്ട് കേട്ടോ മാവ് മസാല വെച്ചിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമ്മളിതിൽ കയ്യിലുണ്ടല്ലോ ജസ്റ്റ് ഒരു ഓയിൽ തേച്ച് കൊടുക്കാം, 2 കയ്യിലും. ഓക്കെ, കാരണം അത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതിനെ മസാല ഉണ്ടല്ലോ ഇങ്ങനെ ബോൾ പോലെ പിടിക്കുക. നമ്മൾ റൈസൊക്കെ ഉരുളയാക്കില്ലേ അതുപോലെ. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ആവശ്യം. ചപ്ലി കബാബ് സാധാരണ ആൾക്കാർ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ റൗണ്ടിലാണ് ഉണ്ടാക്കുക. ഏതാണോ നിങ്ങൾക്ക് ഷേപ്പ് ആവശ്യം. കട്ട്ലൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിൽ ആക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു നമ്മുടെ പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി എണ്ണ റെഡിയാക്കിയിട്ടുണ്ട്, അതിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻസ് കട്ട്ലേറ്റ് ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി ഒരു വട്ടല്ലേ? അതെ, അത് നമുക്ക് എത്ര വലിപ്പം വേണമെങ്കിലും മാറ്റി എടുക്കാം. അപ്പോൾ നമ്മൾ അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്താ മണം അറിയോ. അപ്പോൾ നമ്മുടെ ചപ്ലി കബാബ് പരിപാടി കഴിഞ്ഞു കേട്ടോ. എന്തായാലും അവസാനത്തത് നമ്മൾ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ചപ്ലി കബാബ് റെഡി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് എടുത്ത് കഴിച്ചു നോക്കാം. കിടു സാധനം കേട്ടോ. കാരണം നമ്മൾ കടയിൽ പോയിട്ടൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താ നമ്മളെ വലിയ ചപ്ലി കബാബ് ഇവിടെ ഉണ്ട്. നമ്മളൊരു ഒരെണ്ണം വലുതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് ഇത് നോക്കി, നല്ല ജ്യൂസി ആയിട്ട് കിട്ടുമായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു റൊട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിത് കഴിച്ച് തീർക്കട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലത്തെ അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ അടുത്ത് ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ചപ്ലി കബാബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു കളറ് മാറാൻ തുടങ്ങി. നമ്മൾ നല്ലോണം വേവിച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ ഉണ്ടാക്കുമ്പോൾ അധികം ആൾക്കാർ അധികം വേവിക്കാറില്ല. അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ എല്ലാ ചപ്ലി കബാബും ഉണ്ടാക്കിയെടുക്കട്ടെ. ഓക്കെ ഗൈസ്.